ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്ന വിദ്വേഷ പ്രചരണത്തിലേക്ക് കളം മാറ്റിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷേധങ്ങൾ മാനിക്കാതെ വിഷം ചീറ്റൽ തുടരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം ലംഘിച്ചാണ് മോദിയുടെ നീക്കം. കഴിഞ്ഞ ദിവസം ആരംഭിച്ച വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങളും പരാതികളും നിലനിൽക്കുകയും വീണ്ടും അത് പ്രധാനമന്ത്രി ആവർത്തിച്ചിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകാൻ കോൺഗ്രസ് ശ്രമിച്ചെന്നാണ് ടോങ്കിൽ നടന്ന പ്രചാരണ റാലിയിൽ മോദി ആരോപിച്ചത്. ഇതിനെതിരെയും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. നേരത്തെ രാജസ്ഥാനിലെ വിദ്വേഷ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മോദിക്കെതിരെ പരാതികളുടെ പ്രളയമായിരുന്നു. 20,000-ഓളം പേരാണ് മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് 24 മണിക്കൂറിനിടെ കമ്മീഷന് കത്തെഴുതിയത്. കോൺഗ്രസ്, CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഔദ്യോഗികമായി നൽകിയ പരാതിക്ക് പുറമെയാണ് വിവിധ സാമൂഹിക പ്രവർത്തകരുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. ആയിരങ്ങൾ ഒപ്പുവെച്ച പരാതികളായും ഒറ്റയ്ക്കും ഇമെയിലിലും മറ്റും കമ്മീഷന് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. മോദിയുടെ പ്രസംഗം ആപൽക്കരമാണെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരായ നേരിട്ടുള്ള ആക്രമണമാണ് അതെന്നും 2200-ലേറെ പേർ ഒപ്പുവെച്ച ഒരു പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വോട്ട് പിടിക്കാനായി മുസ്ലിങ്ങൾക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ലോകത്തെ ജനാധിപത്യത്തിൻ്റെ മാതാവെന്ന ഇന്ത്യയുടെ സൽപ്പേരിനാണ് ഇത് കളങ്കം ചാർത്തുന്നതെന്നും പരാതിയിൽ പറയുന്നു. സംവിധാൻ ബച്ചാവോ നാഗരിക് അഭിയാൻ എന്ന NGO സമർപ്പിച്ച പരാതിയിൽ 17,400-ലേറെ പേരാണ് ഒപ്പുവെച്ചത്. സാമുദായിക വികാരമുണർത്താൻ മാത്രമല്ല, മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുക കൂടി ലക്ഷ്യമിട്ടാണ് പ്രസംഗത്തിലെ പരാമർശമെന്ന് സംവിധാൻ ബച്ചാവോ ആരോപിച്ചു. മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരാണ് എന്നുമാണ് പ്രസംഗത്തിൽ ആക്ഷേപിക്കുന്നത്. കോൺഗ്രസ് പ്രകടന പത്രികയിൽ എവിടെയുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മോദി കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെയും ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെയും പച്ചയായ ലംഘനമാണ് ഇതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു മോദിയുടെ വിവാദ പരാമർശങ്ങൾ. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർക്കും നൽകുമെന്നായിരുന്നു മോദി ആരോപിച്ചത്. രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണെന്നാണ് മൻമോഹൻ സിംഗ് മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞായിരുന്നു വിദ്വേഷ പരാമർശം. സ്ത്രീകളുടെ സ്വർണ്ണാഭരണങ്ങളുടെ കണക്കെടുത്ത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉണ്ടെന്നും മോദി കള്ളം പറഞ്ഞു. അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പാദ്യമെല്ലാം നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികൾ ഉള്ളവർക്കും നൽകണോ എന്ന് പ്രസംഗത്തിൽ ആൾക്കൂട്ടത്തോട് ചോദ്യമെറിയുകയും ചെയ്തു മോദി. 2006 ഡിസംബർ 9-ന് ദേശീയ വികസന കൗൺസിൽ യോഗത്തിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം വളച്ചൊടിച്ചാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ആയുധമാക്കാൻ BJPയുടെയും മോദിയുടെയും ശ്രമം. UPA സർക്കാരിൻ്റെ സാമ്പത്തിക മുൻഗണനകൾ വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു മൻമോഹൻ. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കുമുള്ള ക്ഷേമ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കുകയും വികസനത്തിൻ്റെ ഗുണഫലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് തുല്യ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ട നൂതന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും ഇവർക്കെല്ലാം വിഭവങ്ങൾക്കുമേൽ പ്രാഥമിക അവകാശം ഉണ്ടായിരിക്കണമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ ഭാഗം സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയാണ് വിദ്വേഷ പ്രചരണത്തിനായി BJP ഉപയോഗിച്ചത്. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള BJP ശ്രമം തിരിച്ചറിഞ്ഞ് അന്നു തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം നൽകിയിരുന്നു. അതേസമയം 20,000-ലേറെ പരാതികൾ നേരിട്ടും ഇമെയിലായും ലഭിച്ചിട്ടും അതൊന്നും ഇതുവരെ കണ്ടതായി പോലും നടിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രസംഗത്തിൻ്റെ ദൃശ്യങ്ങൾ എത്തിച്ചു നൽകിയിട്ടും നടപടിയെടുക്കാൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. മോദിക്കെതിരായ പരാതികളിൽ ഡൽഹി പോലീസും കേസെടുത്തിട്ടില്ല. പരാതികൾ ലഭിച്ച കാര്യം സ്ഥിരീകരിക്കാൻ പോലും കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഇതിനിടെ മോദിക്കെതിരെ CPM PB അംഗം ബൃന്ദ കാരട്ട് സുപ്രീം കോടതിയിൽ പരാതി നൽകി. കമ്മീഷനിൽ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് ബൃന്ദ കോടതിയെ സമീപിച്ചത്. കമ്മീഷൻ നടപടി സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണെന്ന് കോൺഗ്രസും അറിയിച്ചിട്ടുണ്ട്.